എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഉള്ളൊരു പ്രത്യേക ഡേ ആണ്. അപ്പോൾ അമ്പലത്തിൽ പോയി വരുമ്പോൾ വഴിയരികിലൊക്കെ മെയ് മാസ പൂക്കൾ വിരിഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മെയ്യിൽ മാത്രം മഴ പെയ്ത് കഴിഞ്ഞാൽ പൊട്ടിമുളച്ച് വരുന്ന മെയ് മാസ പൂക്കൾ. കൂടുതലായി ഡീറ്റെയിലായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, എങ്കിലും കുട്ടിക്കാലത്തിൻ്റെ ഒരു ചെറിയൊരു ഓർമ്മ. മുറ്റത്തൊക്കെ നിറയെ ഈയാമ്പറ്റകളായിരുന്നു. അതിനെ പിടിക്കാൻ ഒരുപാട് കൊക്കുകളും കാക്കകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇതാ നമ്മൾ നമ്മുടെ ഓഫീസിലേക്ക്, പുതിയ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കോവയ്ക്ക വള്ളികൾ, അതെല്ലാം കോവയ്ക്കെല്ലാം പറിച്ച് പോകാമെന്ന് കരുതി. ഒരു 2-3 ദിവസം നമുക്ക് കറി വയ്ക്കാനുള്ള കോവയ്ക്കെല്ലാം അതിന് കിട്ടും, വള്ളിയിൽ നിന്നെല്ലാം കിട്ടും. നിറയെ പഴുത്ത് പോയി, ഒരു സൈഡിൽ നിന്ന് അങ്ങനെ പഴുത്ത് പോയിട്ടുണ്ട്. എന്നാലും ഒരുവിധം മൂത്തതെല്ലാം ഞാൻ പറിച്ച് ഒരു കവറിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ലഗേജസും സാധനങ്ങളൊക്കെ കാറിൽ കയറ്റിയിട്ടോ. ഒട്ടും തേഞ്ഞിട്ടില്ല, എന്നാലും കുറേയൊക്കെ ഫ്രണ്ടിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് ഇരിക്കുമ്പോൾ മടിയിൽ വെക്കണം. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. എന്നാലും നമ്മളെല്ലാം പാക്ക് ചെയ്ത് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത് പാലക്കാടാണ്. പാലക്കാട് ടൗണിലെത്തി പോയോണ്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ, പുതിയ ജോലി സ്ഥലത്തേക്ക് ഡ്രോപ്പ് ചെയ്യാൻ ഫാമിലി, അനിയൻ്റെ കാറിലാണ് പോണത്. അപ്പോൾ അവൻ്റെ ഫാമിലിയും ആദ്യക്കുട്ടനും ഞാനും അമ്മയും കൂടിയാണ് പോണത് കേട്ടോ. അപ്പോൾ പുതിയ സ്ഥലം പെട്ടെന്ന് ആയിരുന്നു ഒരു ഡിസിഷൻ വന്നത്, പുതിയ ജോലി മാറാം എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വഴിയരികിൽ വണ്ടിയൊക്കെ നിർത്തി കുട്ടികൾക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പാലക്കാട് നിന്ന് ഏറ്റവും അടുത്തുള്ള ഒരു സ്റ്റേറ്റ് ആണല്ലോ തമിഴ്നാട്. നമ്മളപ്പോൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. അപ്പം വഴിയോര കാഴ്ചകൾ നല്ല മനോഹരമാണ്. കാരണം അതൊക്കെ മഴ പെയ്ത് പച്ചപ്പാണ് ഫുള്ളും എങ്കിലും. പക്ഷെ നമ്മുടെ നാട്ടിനെക്കാട്ടിയും കേരളത്തിനെക്കാട്ടിയും ഡിഫറെൻറ്റ് സ്റ്റൈലായിട്ടുള്ള വീടുകളും വഴികളും ഒക്കെയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഹൗസസേ അല്ല നമ്മൾ തമിഴ്നാട് ഏരിയയ്ക്ക് വരുമ്പോൾ കാണുന്നത്. അവിടെ എല്ലാവരും ഇപ്പോൾ സൺഷെയ്ഡ് കുറവാണ് എല്ലാ വീട്ടിലും. ഒരു സ്ട്രെയിറ്റ് ബോക്സ് കട്ടിങ് ആയിട്ടുള്ളൊരു വീടാണ് ഓൾമോസ്റ്റ് എല്ലായിടത്തും കാണുന്നത്. അതുപോലെ തന്നെ പഴയ കാലഘട്ടത്തിൽ നമ്മൾ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ചെറിയ ഓട് വീടുകളും ഓല വീടുകളും ഒക്കെ കാണാൻ പറ്റും. പിന്നെ മാക്സിമം എല്ലാത്തിൻ്റെയും മുൻഭാഗം ഒരു തരം മഞ്ഞ പൗഡർ കൊണ്ട്, നമ്മൾ പണ്ട് ചാണകം തേച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് മഞ്ഞ പൗഡർ കൊണ്ട്, ഒരു തരം മഞ്ഞപ്പൊടി കലക്കിയിട്ടുള്ള ഒരു പൗഡർ കൊണ്ട് അവർ മുറ്റൊക്കെ തേച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഗോപാലപുരത്താണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അവിടെ വഴി സൈഡ് മൊത്തം ലോട്ടറി കടകളാണ്. ഒരു ലോട്ടറിയുടെ ഏരിയയാണ്, എന്താണെന്നറിയില്ല. തമിഴ്നാട് സർക്കാർ നല്ല ഭംഗിയിൽ ഹൈവേ സെറ്റാക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഹൈവേയിലും നമ്മൾക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയിൽ ചെടികളൊക്കെ വെച്ച്. ഒരുപാട് റോഡിൽ നല്ല ഭംഗിയിൽ പൂക്കളും പുല്ലുകളൊക്കെ ഉണ്ട്. രസമാണ് കാണാൻ, നല്ല ഭംഗിയുണ്ട്. ടൗണിലേക്ക് എത്തും തോറും അത് നല്ല ഡെവലപ്പായി നല്ല ഭംഗിയിലാക്കിയിരിക്കുന്നത് കണ്ടു. റോഡ് സൈഡിലെല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ള അമ്പലങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന അമ്പലങ്ങളിൽ നിന്ന് വളരെ ഡിഫറെൻ്റാണ്. അതുപോലെ തന്നെ റോഡ് സൈഡിലെല്ലാവരുടെ ഒരു ആർട്ട് ഫോംസ് ഒക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. തമിഴ്നാട് എത്തുമ്പോൾ നമുക്ക് മൊത്തം കാണാൻ പറ്റുന്നത് ഫുള്ള് നാളികേരം, തെങ്ങിൻ്റെ ഒരു തോട്ടങ്ങളാണ്, തെങ്ങ് തോപ്പുകളാണ് ഫുള്ളും. എല്ലാ സൈഡിലും നിന്ന് ഒരുപാട് തെങ്ങ് തോപ്പുണ്ട്. അതിന് നടുക്കായിട്ട് ഓരോ ചെറിയ വീടുകളും കാണാം. നല്ല ഭംഗിയാണ്. ഇപ്പോൾ നമ്മൾ ടൗണിൽ തന്നെ എന്ത് ഭംഗിയായിട്ടാണ് അവരത് സെറ്റാക്കിയിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെ പോകുമ്പോൾ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ഞാൻ എന്താണെന്ന് നോക്കിയപ്പോൾ ഇത് അവിടുത്തെ നഗരസഭ കാര്യാലയമാണ്, മുനിസിപ്പാലിറ്റിയുടെ ഒരു ബിൽഡിങ്ങാണ് കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ടൗൺ എത്തിയിട്ടോ. ടൗൺ അത്യാവശ്യം നല്ല റഷാണ് കാണാനായിട്ട്. പക്ഷേ എന്നാലും നമ്മൾ ടൗണിൽ നിന്ന് ഒരു 10 മിനിറ്റ്സും കൂടി എത്തിയപ്പോൾ നമ്മുടെ വർക്കിംഗ് പ്ലേസിലെത്തി. ഇപ്പോൾ നമുക്ക് സ്റ്റേ തന്നിരിക്കുന്ന ഹോസ്റ്റലിലെത്തി. ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വണ്ടിയിൽ നിന്ന് കാറിൽ നിന്ന് എല്ലാം ഇറക്കി എല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ട് വെച്ചു. വീട്ടിൽ നിന്ന് കൊടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കി വെച്ചു. പക്ഷെ എന്നാലും നമുക്കിനി ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൗണിലേക്ക് പോകാമെന്ന് കരുതി. ആദ്യം തൊട്ടടുത്തുള്ളൊരു കുഞ്ഞേ ടൗണിലേക്ക് വന്നു. വളരെ എനിക്ക് പെട്ടെന്ന് തന്നെ എന്തോ ഭയങ്കര ഒരു ടെൻഷനാണ് തോന്നിയത്. കാരണം ഇങ്ങനത്തെ കടകളൊക്കെ നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലമായി. പൂക്കടകളും പിന്നെ മരപ്പലകളും അടുക്കി വെച്ചിട്ടുണ്ടായിരുന്ന കടകളൊക്കെ കാണുമ്പോൾ ഒരുപാട് വർഷം പുറകിലേക്ക് പോയൊരു ഫീല്.
പക്ഷേ ഇവിടെ ഒന്നും സാധനങ്ങൾ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ മെല്ലെ ടൗണിൽ പോയി ബസ്സിലാണ് പോയത് കേട്ടോ. നല്ല അടിപൊളി ബസ്സാണ്, പാട്ടൊക്കെ വെച്ച്. കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. നമുക്കിതൊക്കെ ഇനി സെറ്റ് ചെയ്ത് വീടൊക്കെ ഒന്ന്, റൂമാണ്, വീടെന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ ഒന്ന് സെറ്റാക്കി നല്ല അടിപൊളിയാക്കണം. ഇപ്പം നമ്മളൊരു കൊട്ട വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട്, നിങ്ങൾ എൻ്റെ കയ്യിലൊരു വൈറ്റ് ഷെയ്ഡ് കണ്ടോ, അത് ഇവിടുത്തെ ബാത്റൂം ക്ലീൻ അല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ലോഷൻ വാങ്ങിക്കാൻ പോയപ്പോൾ അവരെനിക്കൊരു ആസിഡ് തന്നു. ആസിഡ് ഇട്ടിട്ട് ബാത്റൂം കഴുകാൻ വേണ്ടി കുപ്പി തുറന്നതാണ്. തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കരുതുന്നത് നടുവിലൊരു ലിഡ് ഉണ്ടാവുന്നു, ഒരു ടൈറ്റ് ചെയ്തിട്ട് അതൊന്നും ഉണ്ടാകുന്നില്ല. നേരിട്ട് ആ ബോട്ടിൽ തുറന്നതും ആസിഡ് മൊത്തം പോയി. കുറച്ചെൻ്റെ കയ്യിലായി. അതാണ് ആ റോസ് കളറ്. മുറിവല്ല, പക്ഷെ നന്നായിട്ട് സ്കിന്നിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷെ നല്ല നീറലാണ്, വേദനയൊന്നുമില്ല. നോക്കാം, നമുക്ക് എന്താവുമെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ ആയതുകൊണ്ട് നമുക്ക് മെഡിസിനൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഇനി ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കേണ്ട. ഒരു പുതിയ സ്ഥലത്തേക്ക് വരുമ്പോൾ സെറ്റാവാൻ ടൈം എടുക്കും അല്ലേ. ഓക്കേ.